Here is the next question. A supply of natural gas is required on a site 800 meters above storage level. The gas at minus 150 degrees Celsius, 1.1 bar, from storage is pumped steadily to a point on the site where its pressure is 1.2 bar, its temperature 15 degrees Celsius, and its flow rate 1000 meter cube per hour. If the work transfer to the gas at the pump is 15 kilowatts, find the heat transfer to the gas between the 2 points. Neglect the change in kinetic energy and assume that the gas has the properties of methane, molecular mass is equal to 16, which may be treated as an ideal gas having gamma is equal to 1.33. Take G is equal to 9.75 meter per second square. So hope we have taken down the third question. This question was again asked in the same question paper July 2017. See, in a single paper you had a chance of attending 2 questions from this section. So that's all a luck. അതൊരു ഭാഗ്യം പോലെ എടുക്കും. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. 2 എണ്ണം കിട്ടുക എന്നുള്ളത് ഈ ഒരു സെക്ഷൻ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ബോണസ് ഫോർ ദം. സോ ഇറ്റ് വാസ് ജൂലൈ 2017. നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു. അപ്പോൾ ഈ പാർട്ടിന് പ്രോബ്ലമാറ്റിക്കിന് 6 മാർക്കും പിന്നെ 4 മാർക്ക് ഒരു ഡെറിവേഷൻ ആയിരുന്നു. ഡെറിവേഷൻ ഈസ് ദേ ഹാവ് ആസ്ക്ഡ് us to derive TDS ഇക്വേഷൻസ്. TDS ഇക്വേഷൻ നമ്മുടെ മോഡ്യൂളിൽ വരുന്നേ ഉള്ളൂ. സോ അത് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. അപ്പോൾ ആ ഒരു മോഡ്യൂളിൻ്റെ ഒപ്പം നമുക്ക് സബ്ബായിട്ട് ചോദിച്ചത് മോഡ്യൂൾ 2, ഇപ്പോഴത്തെ കറണ്ട് മോഡ്യൂൾ. പണ്ടത്തെ മോഡ്യൂളിൽ നിന്ന് ചെറിയൊരു ഇൻ്റർചേഞ്ചിങ് കാര്യങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിൻ്റെ ഒരു റെലവൻസ് മനസ്സിലാക്കാൻ ഈ ഒരു ക്വസ്റ്റ്യന് ഹെൽപ്പ് ചെയ്യും. സോ നൗ വി വിൽ ടേക്ക് ഡൗൺ ദ ഗിവൺ വാല്യൂസ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തന്ന വാല്യൂസ് എന്നുള്ളത് ആദ്യം നോക്കാം. They have given a supply of natural gas is required on a site 800 meters above storage level. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്തൊരു സ്റ്റോറേജ് ടാങ്കോ അല്ലെങ്കിൽ സ്റ്റോറേജ് ചെയ്യുന്ന എന്തോ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ 800 മീറ്റർ മുകളിലായിട്ടാണ് ലൈക്ക് സംതിങ് ലൈക്ക് സപ്ലൈ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം ഉള്ളത്. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 800 meters. ദിസ് ഈസ് മൈ സ്റ്റോറേജ് ടാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സ്റ്റോറേജ് ലെവൽ. അപ്പോൾ ഒരു ലെവൽ എന്ന് ഉദ്ദേശം അവിടെ എന്തെങ്കിലും ടാങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റം ഉണ്ട്. ദ ഗ്യാസ് അറ്റ് minus 150 degrees Celsius. സോ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഈസ് minus 150 degrees Celsius ആൻഡ് ഇറ്റ്സ് ഇൻ കെൽവിൻ ആസ് 123 Kelvin വരും. ആൻഡ് 1.1 bar pressure is equal to 1.1 bar, that is equal to 1.1 into 10 to the power 5 Pascal. From the storage is pumped steadily to a point on the site where the pressure is. So P2 is 1.2 bar, that is equal to 1.2 into 10 to the power 5 Pascal. And its temperature is, എല്ലാ വാല്യൂസും തരുന്നുണ്ട് അല്ലേ, 15 degrees Celsius, അത് എഴുതി കഴിയുമ്പോൾ 15, that is 288 Kelvin. ഓക്കെ, നമുക്ക് ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്, പ്രഷറും തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ആൻഡ് വോളിയം ഫ്ലോ റേറ്റ്. ഓക്കെ, വോളിയം ഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് 1000 meter cube per hour ആണ്. നമുക്ക് എപ്പോഴും സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് കിട്ടാൻ ടൈം എപ്പോഴും സെക്കൻഡിൽ കിട്ടണം. അതാണ് നമ്മുടെ SI യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കുക. അപ്പോൾ 1 മണിക്കൂറിൽ 1000 meter cube എന്നാണ്. അപ്പോൾ 1000 1 മണിക്കൂറിൽ 1000 ആണെങ്കിൽ അത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഹവറിനെ നമ്മൾ സെക്കൻഡ് ആക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 3600, ദാറ്റ് ഈസ് 60 into 60. 1 60 ആക്കിയാൽ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആവും, 2 60 ആക്കിയാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആവും. അപ്പോൾ 1000 by 3600 ഇറ്റ് ഈസ് 5/18. ഡയറക്റ്റ് ആണ്, 5/18 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇതാണ് വോളിയം ഫ്ലോ റേറ്റ്. ഓക്കെ, അപ്പോൾ വോളിയം ഫ്ലോ റേറ്റ് നമുക്ക് 5/18 വാല്യൂ ആണ്. കാൽക്കുലേറ്റ് ചെയ്താൽ അതിൻ്റെ വാല്യൂ കിട്ടും
തൽക്കാലം ഞാനിപ്പോൾ അത് അങ്ങനെ കീപ്പ് ചെയ്യുന്നു. 5/18 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുള്ളത്. നൗ ദേ ആർ ആസ്കിങ്, ഐ മീൻ ദേ ഹാവ് നോട്ട്, കുറച്ചുകൂടെ വാല്യൂസ് തരുന്നുണ്ട്. ഇഫ് ദ വർക്ക് ട്രാൻസ്ഫർ ടു ദ ഗ്യാസ് അറ്റ് ദ പമ്പ് ഈസ് 15 kW, അതായത് ഈ സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് ഞാൻ 800 മീറ്റർ ഹൈറ്റിലേക്ക് ഞാൻ ഒരു നാച്ചുറൽ ഗ്യാസിനെയാണ് കൊടുക്കുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് എ പമ്പ്. ഓക്കെ, അപ്പോൾ ഈ പമ്പ് അതിൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇഫ് ദ വർക്ക് ട്രാൻസ്ഫർ ടു ദ ഗ്യാസ് അറ്റ് ദ പമ്പ്, അതായത് പമ്പിലേക്ക് കൊടുക്കുന്ന വർക്ക് ട്രാൻസ്ഫർ dW/dt ഈസ് 15 kW, 15 kW വർക്ക് അതിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ ഗ്യാസ്, ഫൈൻഡ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ ഗ്യാസ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നെഗ്ലക്ട് ദ ചേഞ്ചസ് ഇൻ കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് നെഗ്ലക്ട് ചെയ്യാൻ. സോ വി ഹാവ് ടു മേക്ക് ഇറ്റ് ഇസ് എ 0 ആൻഡ് അസ്യൂം ദാറ്റ് ദ ഗ്യാസ് ഹാസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് മീതെയിൻ. നാച്ചുറൽ ഗ്യാസ് ആണ്, നാച്ചുറൽ ഗ്യാസ് എപ്പോഴും മീതെയിൻ തന്നെയായിരിക്കും, CH4 എന്നാണ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് ഗിവൺ ദിയർ മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ കാർബൺ ആണെങ്കിൽ 12, ഹൈഡ്രജൻ 4 ഉണ്ട്, 12 + 4 ദാറ്റ് ഈസ് 16. ദിസ് ഈസ് ദി മോളിക്കുലാർ മാസ്. ദേ ഹാവ് ഗിവൺ ഇറ്റ് ഇൻ ദി പ്രോബ്ലം. ഇപ്പം നമുക്ക് ഈ മോളിക്കുലാർ മാസ് എന്തിനാണെന്ന് അറിയോ? നമുക്ക് സാധാരണ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് RU ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സൽ അത് എല്ലാ ഗ്യാസിനും ഒരേപോലെയാണ് അല്ലേ? 8.314 ഇൻറ്റു 8.3 കിലോ ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. R ഓഫ് എയർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെന്തായിരുന്നു? 287 ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. ഇത് എങ്ങനെ എനിക്ക് കിട്ടി? RU/ മോളിക്കുലാർ മാസ് ഓഫ് എയർ ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അത് എയറിനായിരുന്നു. അപ്പോൾ ഇവിടെ ഗ്യാസ് മീതെയിനാണ്. അപ്പോൾ മീതെയിൻ്റെ R വാല്യൂ എനിക്കറിയോ? ഇല്ല. അപ്പോൾ ആ R വാല്യൂ ഓഫ് മീതെയിൻ, R വാല്യൂ ഓഫ് CH4 മീതെയിൻ കിട്ടാനുള്ള ആവശ്യത്തിനാണ് ഇവർ ഈ മോളിക്കുലാർ മാസ് തന്നിട്ടുള്ളത്. സോ RU/ മോളിക്കുലാർ മാസ് ഓഫ് മീതെയിൻ. ഈ RU എന്ന് പറഞ്ഞാൽ 8.314. ഏത് ഗ്യാസ് എടുത്താലും ഈ RU 8.314 ആയിരിക്കും, കിലോ ജൂൾസ് കേട്ടോ ആ ടേംസിൽ. സോ 8.314 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് മീതെയിൻ എന്ന് പറഞ്ഞാൽ 16. ദിസ് മച്ച്. ഇത് കിലോ ആണ്. സോ 10⁻³ എന്ന് എഴുതാം. അതല്ല, കിലോ ഇവിടെ കൗണ്ട് ചെയ്തില്ലെങ്കിൽ ആറിൻ്റെ വാല്യൂടൊപ്പം കിലോ എഴുതിയാലും മതി. അപ്പോൾ ഇറ്റ് ഗെറ്റ്സ് നള്ളിഫൈഡ്, നോ പ്രോബ്ലം ഇൻ ദാറ്റ് കേസ്. സോ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.5196 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ എന്നതാണ്. സോ ദിസ് ഈസ് ദി R വാല്യൂ ഓഫ് CH4. നമുക്ക് PV = MRT ഒക്കെ ഇക്വേഷൻ എടുക്കുമ്പോൾ ഈ R വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ആദ്യമേ കണ്ടുവച്ചു. അപ്പോൾ നമുക്ക് വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. വോളിയം ഫ്ലോ റേറ്റ് ഇറ്റ് വാസ് ഗിവൺ ആസ് ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. വോളിയം ഫ്ലോ റേറ്റ് നമുക്ക് 1000 തന്നിട്ടുണ്ട് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ആൻഡ് ഇതിൽ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ അവർ തന്നിരിക്കണം. എന്താണ് അത്? ഈ ഒരു മീതെയിൻ്റെ ഗാമ വാല്യൂ, CP/CV വാല്യൂ, ഐ നീഡ് ടു കൺസിഡർ ഇറ്റ് ആസ് 1.33 ആൻഡ് G വാല്യൂ ഷുഡ് ബി ടേക്കൺ ആസ് 9.75 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ. ഇങ്ങനെ വേണം എടുക്കാൻ എന്നാണ്. ഓക്കെ, സോ ഈ ഒരു ചിലപ്പോൾ ഈ 1.33 ഇതൊന്നും നമുക്ക് ചിലപ്പോൾ ആവശ്യം വരില്ല. ഒരു അഡിയാബാറ്റിക് പ്രോസസ്സോ അങ്ങനത്തെ കേസസ് ഒന്നും അല്ല. ചിലപ്പോൾ അതേസമയം നമുക്ക് ഗാമ വാല്യൂ നമുക്ക് 1.33 തന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ CP വാല്യൂ CV വാല്യൂ കാണാൻ പറ്റും. കാരണം ആറും ഗാമയും റിലേറ്റഡ് ആണ് അല്ലേ? CVയുടെ ഇക്വേഷൻ എന്താ? R/Γ-1. CPയുടെ ഇക്വേഷൻ എന്താ? Γ/R/Γ-1. CP ആൻഡ് CV വാല്യൂ ഓഫ് എയർ എന്ന് പറഞ്ഞ് നമ്മൾ തറവാക്കി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോപ്പ് യു റിമെമ്പർ. പക്ഷേ ഇവിടെ നമുക്ക് CP വാല്യൂ CV വാല്യൂ നമുക്ക് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? R വാല്യൂ ഓഫ് മീതെയിൻ അറിയാം ആൻഡ് ഗാമ വാല്യൂ ഈസ് ഓൾസോ ഗിവൺ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? CVയും കാണാം, CPയും കാണാം. സോ വി വിൽ സി നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴേ കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, അല്ലെങ്കിൽ ഞാൻ ഇക്വേഷനിൽ പറയാമെന്ന് കരുതിയാണ്, ഇപ്പോഴേ പറയാം. പമ്പ് വർക്കൗട്ട് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 15 kW കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇഫ് ദ വർക്ക് ട്രാൻസ്ഫർ ടു ദ ഗ്യാസ് അറ്റ് ദ പമ്പ്, ഇപ്പം ഇതിൽ കൂടെ ഗ്യാസ് പോകുമ്പോൾ ഈ വർക്ക് ട്രാൻസ്ഫർ നടത്താനുള്ള പവർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് 15 kW ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ദിസ് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ വിച്ച് ഈസ് ഗിവൺ ടു ദ പമ്പ്. സോ വർക്ക് ഡൺ ടു ദ സിസ്റ്റം ആണ്,
അപ്പോൾ ടു ദ സിസ്റ്റം ആണെങ്കിൽ ദിസ് വിൽ ബിക്കം -15 കിലോവാട്ട്. ഓക്കെ, അത് ആദ്യമേ ചെയ്തു വെക്കുക. ഇനി നമുക്കിനി ഓരോ പ്രോബ്ലങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. മാസ് ഫ്ലോ റേറ്റ് കാണാം. മാസ് ഫ്ലോ റേറ്റ് ഇസ് ഇക്വൽ ടു PV ഡിവൈഡഡ് ബൈ RT2. ഓക്കെ, അപ്പോൾ ഞാൻ P2 V2 എടുത്തു കഴിഞ്ഞാൽ RT2 എടുക്കാം. അല്ലെങ്കിൽ P1 V1 എടുത്താലും എങ്ങനെയായാലും പ്രശ്നമില്ല. സോ പ്രഷർ അറ്റ് 2 എക്സിറ്റിലുള്ള പ്രഷർ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 1.2 മെഗാ പാസ്കൽ 1.2 ബാർ ആയിരുന്നു. അപ്പോൾ ഞാനത് കിലോ ടേംസിലാക്കുന്നു. സോ 120 ഇൻറ്റു കിലോ പാസ്കൽ. ആൻഡ് വോളിയം ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ 5/18 ആയിരുന്നു. അത് ഞാൻ കീപ്പ് ചെയ്തു. ആറിൻ്റെ വാല്യൂ എന്തായിരുന്നു? വാല്യൂ ഓഫ് എയർ ഈസ് 0.51964 ഇൻറ്റു T2. ടെമ്പറേച്ചർ T2 ഈസ് 288. ഇതൊക്കെ നമുക്ക് തന്ന വാല്യൂസ് ആണ്. ഇത് നമുക്ക് കിട്ടിയ വാല്യൂ ആണ്. ഇത് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആണ്. ഇത് നമുക്ക് തന്ന വാല്യൂ ആണ്. സോ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0.22273 കിലോഗ്രാം പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് എനിക്ക് കിട്ടി. ഇനി എനിക്ക് CP/CV ആവശ്യം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? CP/CV കാണേണ്ടി വരുമോ എന്നുള്ളത് അറിയില്ല, ബട്ട് വി വിൽ ഗോ. നമുക്ക് മാസ് ഫ്ലോ റേറ്റ് കിട്ടി. എനിക്ക് നേരെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഐ ഹാവ് ദ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആസ് m./ H1 + C1²/2 + GZ1 + dQ/dt അല്ലെങ്കിൽ Q ഡോട്ട് എന്നിടാം ഈക്വൽ ടു m./ H2 + C2²/2 + GZ2. അതോടൊപ്പം ഐ ഹാവ് dW/dt. ഓക്കെ, സോ ഇതിൽ കൈനറ്റിക് എനർജി ചേഞ്ച് നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ടേംസ് എനിക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. എനിക്ക് കളഞ്ഞൂടെ? എനിക്കങ്ങനെ കളയാം. എന്നോട് കാണാൻ പറഞ്ഞത് dQ/dt ആണ്. സോ ഐ എം റൈറ്റിംഗ് therefore dQ/dt ഈസ് ഈക്വൽ ടു ഈ ബാക്കിയുള്ള ടേമിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ m./ H2 - H1 ഓക്കെ H2 - H1 പ്ലസ് G ഇൻറ്റു Z2 - Z1 പ്ലസ് dW/dt. അപ്പം ഞാൻ നേരത്തെ ഓക്കെ എന്ന് പറയാനുള്ള കാരണം എച്ചിൻ്റെ വാല്യൂ നമുക്ക് തന്നിക്കണോ? എൻതാൽപ്പി വാല്യൂ എച്ച് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CPT അല്ലേ? സോ എച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു CP × T ആണ് അല്ലേ? അപ്പോൾ H2 - H1 എന്ന് പറയുമ്പോൾ H2 - H1 ഐ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് CP ഇൻറ്റു T2 - T1. അതിൽ T2ഉം T1ഉം എനിക്ക് അറിയാവുന്ന കേസാണ് അല്ലേ? T2 and T1 T2 and T1 they have given in the problem. നമുക്ക് പ്രഷറും ടെമ്പറേച്ചറും പ്രഷർ ടെമ്പറേച്ചർ ഇനീഷ്യൽ ഫൈനൽ കണ്ടീഷനിൽ പ്രഷറും ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ഈ എൻതാൽപ്പി ഡിഫറൻസ് കിട്ടാൻ എനിക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് അറിയാം, CP കാണണം. സോ ദാറ്റ്സ് വൈ ദീസ് തിങ്സ് ഓൾ ആർ ഗിവൺ. അപ്പോൾ എന്തെങ്കിലും ഒരു റിലേഷൻ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനുണ്ടാവും. സോ നമുക്ക് CP ഇപ്പോഴേ ഇവിടെ കണ്ടുപോവാം. CP ഈസ് γR. ഈസ് 1.33. R വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് 0.51964 ആണ്. ഡിവൈഡഡ് ബൈ γ-1 ദാറ്റ് ഈസ് 1.33 - 1. നിങ്ങളിത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ CP വാല്യൂ ഇറ്റ് ഷോസ് ദാറ്റ് യു ഗെറ്റ് 2.0943 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ഇതാണ് CP വാല്യൂ. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടും. സോ നൗ ഇനി എന്ത് ചെയ്യും? ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓരോ കാര്യം. മാസ് ഫ്ലോ റേറ്റ് ഞാൻ നേരത്തെ കണ്ടു അല്ലേ? സോ ദാറ്റ് ഈസ് 0.22273 ഇൻറ്റു H2 - H1 ക്യാൻ ബി റിട്ടൺ ആസ് CP ഇൻറ്റു T2 - T1. അപ്പോൾ CP വാല്യൂ 2.0943 ഇൻറ്റു T2 - T1 ആണ്. ടെമ്പറേച്ചർ 2 - ടെമ്പറേച്ചർ 1 ദാറ്റ് ഈസ് 288 - 123 കെൽവിൻ ടേംസിലാക്കണം. പ്ലസ് ജിയുടെ വാല്യൂ എടുക്കാൻ പറഞ്ഞത് 9.75 ആണ്. 9.75 എടുത്തു. ആൻഡ് ദ ഡിഫറൻസ് ദേ ഹാവ് ആസ്ക്ഡ് ഈസ് 9.75 ഇൻറ്റു 800 ഓക്കെ GZ പ്ലസ് dW/T
അതായത് വർക്ക് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ മൈനസ് ആണ്, -15 എടുത്തു. ഓക്കെ. ഇനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം, ഈ ഒരു കാര്യങ്ങളാണ് ബ്രാക്കറ്റിൻ്റെ ടേംസിൻ്റെ ഉള്ളിലുള്ളത്. ദിസ് ഈസ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ദിസ് ഈസ് 2.09 കിലോ ജൂളാണ്. കിലോ ടേം ഇവിടെ ഉണ്ട് അല്ലേ, അപ്പോൾ ഇത് കിലോ ടേമിലാണ്. ആൻഡ് ഓൾസോ അപ്പോൾ ഞാൻ ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഈ ടേം മൊത്തം കിലോയിൽ വരണം. പക്ഷേ ഇത് കിലോ ആണ് ടേംസ്, ഇത് കിലോയിലാണോ ടേംസ്? അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 10⁻³ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ആക്കണം. എന്നാൽ എനിക്കിത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ കഴിയും. ഇവിടെ 10⁻³ ഇട്ടിട്ടില്ല എങ്കിൽ എനിക്ക് ഇവിടെ by 1000 ഇടണം. ആൻഡ് അഗെയിൻ ദിസ് ഈസ് അഗെയിൻ -15 കിലോ വാട്ടാണ്. സോ -15 to 10⁻³. അപ്പോൾ യൂണിറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് സം വൈൽഡ് ആൻസേഴ്സ്. സോ അങ്ങനെ ഞാൻ ഈ ഒരു ടേമിന് ഇൻറ്റു 10⁻³ ഇട്ടു, കാരണം സി പി വാല്യൂ ദാറ്റ് മച്ച് കിലോ ജൂൾസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ കാൽക്കുലേറ്റർ ആൻഡ് ഡൂയിങ് ഇറ്റ് പ്രോപ്പർലി, യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 63.7 കിലോ ജൂൾസ് പെർ സെക്കൻഡ്. ഓക്കെ, കിലോ ടേം ആക്കി, ഓർ എൽസ് ഇറ്റ് വുഡ് ബി സംതിങ് 63,700 അങ്ങനെ എന്തെങ്കിലും കിട്ടും. ഓർ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് 63.7 കിലോ വാട്ട്. ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. സോ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഗിവൺ ടു ദാറ്റ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സോ ഇറ്റ്സ് അഗെയിൻ എ ഡയറക്റ്റ് പ്രോബ്ലം. അത്ര ഡയറക്റ്റ് അല്ല, മീഥെയിൻ തന്നുകൊണ്ട് അതിൻ്റെ ആർ വാല്യൂ, സി പി വാല്യൂ, സി വി വാല്യൂ, ഗാമ വാല്യൂ, ഈ കാര്യങ്ങൾ റിലേഷൻ വെച്ചിട്ട് ഉണ്ടാവും. അപ്പം നിങ്ങൾക്കൊരു ഒരു പക്ഷേ ക്വസ്റ്റ്യൻ തരുമ്പോൾ മീഥെയിൻ ആയതില്ല ഗ്യാസ്, വേറെ ഏതെങ്കിലും ഗ്യാസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആർ വാല്യൂ, മോളിക്കുലർ മാസ് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് സി പി വാല്യൂ, സി വി വാല്യൂ, ഗാമ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ മനസ്സിലാവണം. ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എയർ അല്ലാത്ത വേറെ ഏത് ഗ്യാസ് തന്നു കഴിഞ്ഞാലും യു ഷുഡ് ബി, ഫ്ലൂയിഡ് തന്നു കഴിഞ്ഞാലും യു ഷുഡ് ബി ഏബിൾ ടു ഡു ദ പ്രോബ്ലം. Here's the next question. In an adiabatic gas turbine, air expands at 1300 kilopascals and 500 degrees Celsius to 100 kilopascal and 127 degrees Celsius. Air enters the turbine with a velocity of 40 meters per second through an opening of area 0.2 meter square and exhausts through a 1 meter square opening. Determine mass flow rate of air through the turbine and the power produced by the turbine. Assume Cp is equal to 1.048 kilojoules per kilogram Kelvin. So the next problem is a very direct and easy problem. This question was asked in December 2017 question paper. അതിൽ 2 പാർട്ട് ക്വസ്റ്റ്യനിലെ ഒരു പാർട്ടായിട്ടാണ് ഇത് ചോദിച്ചത്. മറ്റേ പാർട്ടിൽ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ ഡെറിവേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ സ്ഥിരം ചോദിക്കുന്നുണ്ട്. യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. സോ നമുക്ക് പ്രോബ്ലം മാത്രമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ആൻ ഈസിയർ പ്രോബ്ലം ആസ് ഐ സി. സോ നൗ യു ക്യാൻ സി, നമുക്ക് തന്ന ക്വസ്റ്റ്യന് നമ്മൾ വായിക്കാം, അതോടൊപ്പം തന്ന കാര്യങ്ങൾ എഴുതുകയും ചെയ്യാം. സോ നൗ യു ക്യാൻ സി ഇറ്റ് ഈസ് ഗിവൺ ആൻ അഡിയാബാറ്റിക് ഗ്യാസ് ടർബൈൻ. സോ ഇത് ഈസ് എ ടർബൈൻ ആണ്, അഡിയാബാറ്റിക് ആണ്. അഡിയാബാറ്റിക് എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ heat transfer. This is a turbine. Air expands at 1300 kilopascal. That is pressure 1 is given, P1. 1300 kilopascal pressure is given and 500 degrees Celsius. Temperature T1 is 500 degrees Celsius. So 273 കൂടെ ആഡ് ചെയ്യുമ്പോൾ 567 273, that is 773 Kelvin. That is the temperature. And 500 degrees Celsius to 100 kilopascal. പുറത്തേക്കുള്ള ടെമ്പറേച്ചർ P2 is given. P2 is 100 kilopascal. 100 kilopascal. And the temperature 100 kilopascal തന്നു. And the temperature is 127 degree Celsius. So 127 degree Celsius plus 273 will give you 2, 7, 8, 9, 10,
It is around, I think it's around 400, it's around 400 Kelvin. അപ്പോൾ ഇവിടുത്തെ T2 നമുക്ക് തന്നിട്ടുണ്ട്. Air enters the turbine with a velocity of 40 meter per second. C1 is 40 meter per second. C1 തന്നിട്ടുണ്ട്. Through an opening area of, അപ്പോൾ ഇൻലെറ്റിലെ ഏരിയ തന്നിട്ടുണ്ട് 0.2 meter square. ആൻഡ് എക്സോസ്റ്റ് ത്രൂ, അപ്പോൾ പുറത്തേക്ക് പോകുന്ന ഏരിയ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് A2. ഏരിയ 1 is given, A2 is given, ദാറ്റ് ഈസ് 1 meter square. അപ്പോൾ ഇത് ചെറിയ പൈപ്പാണ്, ഇത് കുറച്ചുകൂടെ വീതി കൂടിയ ഡയമീറ്റർ കൂടിയ പൈപ്പാണ്. ഡിറ്റർമൈൻ, ദി ഹാവ് ആസ്ക്ഡ് us to find A, മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ ത്രൂ ദ ടർബൈൻ. മാസ് ഫ്ലോ റേറ്റ് കാണാനാണ് ഫസ്റ്റത്തെ ചോദിച്ചത്. രണ്ടാമത്തത് B, ദ പവർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടർബൈൻ. പവർ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വർക്ക് ഡോട്ട്, ഇത് കാണാനാണ് രണ്ടാമത്തെ ചോദിച്ചുള്ളത്. സോ ഈ രണ്ട് കാര്യങ്ങൾ കാണാനാണ് ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് സിമ്പിൾ. ആദ്യം നമുക്ക് മാസ് ഫ്ലോ റേറ്റ് കാണണം. സോ മാസ് ഫ്ലോ റേറ്റ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മാസ് ബാലൻസിങ് ചെയ്യുക അല്ലേ. സോ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ A1 C1 ബൈ സ്പെസിഫിക് വോളിയം ആണെങ്കിൽ μ1. അപ്പോൾ ഈ കേസിൽ സ്പെസിഫിക് വോളിയം അല്ലെങ്കിൽ ഡെൻസിറ്റി ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഈ സ്പെസിഫിക് വോളിയം കാണണമെങ്കിൽ PV ഈസ് ഈക്വൽ ടു RT എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് R ഇൻറ്റു T1 ഡിവൈഡഡ് ബൈ P1. ദാറ്റ് ഈസ് ഫോർ എ സിംഗിൾ മാസ്. മാസ് 1 ആക്കി കഴിഞ്ഞാൽ ഇവിടെ M ഉണ്ടാവും, ആ മാസിനെ നമ്മൾ 1 ആക്കി കൺസിഡർ ചെയ്യുന്നു, കാരണം ഇതിനെ പെർ കിലോഗ്രാം എന്നാണ് നമ്മൾ എഴുതുന്നത്. സോ R വാല്യൂ ഓഫ് എയർ ആണ് ഇവിടെ, എയർ എക്സ്പാൻഡിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ R വാല്യൂ ഈസ് 0.287, ദിസ് മച്ച് കിലോ ആണ്, ഇൻറ്റു ടെമ്പറേച്ചർ T1 ഈസ് 773 Kelvin ഡിവൈഡഡ് ബൈ പ്രഷർ 1300 കിലോ പാസ്കലാണ്. അപ്പോൾ ഇവിടുത്തെ കിലോയും ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ നോ വറീസ്. So if I am doing this calculation in calculator, you will get specific volume as 0.1707 meter cube per kilogram. So ആ meter cube per kilogram ഇവിടെ ഇടുക. Area at the inlet is given 0.2. Area at the inlet, speed at the inlet is given 40, and specific volume at the inlet is 0.1707. It's a direct problem അല്ലേ. ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 46.88 കിലോഗ്രാം പെർ സെക്കൻഡ്. ദിസ് ഈസ് മൈ മാസ് ഫ്ലോ റേറ്റ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ. ഇനി വർക്ക് ഡോട്ട് കിട്ടാൻ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ യൂസ് ചെയ്യണം, അഥവാ എനർജി ബാലൻസ് യൂസ് ചെയ്യണം. സോ അതെങ്ങനെയാണ്, എം ഡോട്ട് ഇൻറ്റു H1 പ്ലസ് C1 സ്ക്വയർ ബൈ 2 പ്ലസ് GZ1 പ്ലസ് DQ ബൈ DT. ഇത് ഉണ്ടാവില്ല, നമ്മൾ ഇക്വേഷൻ ആദ്യം ഫുൾ എഴുതുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. H2 പ്ലസ് C2 സ്ക്വയർ ബൈ 2 പ്ലസ് GZ2 പ്ലസ് DW ബൈ DT. അപ്പോൾ നമ്മളോട് ഈ സാധനമാണ് ചോദിച്ചുള്ളത്, ഇത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ ഒഴിവാക്കാം എന്നുള്ളത് ആദ്യം നോക്കാം. സോ ഇതിൽ ടർബൈൻ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ എലിവേഷൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സോ ദിസ് ടേം വി ക്യാൻ ക്യാൻസൽ ഔട്ട് അല്ലേ. Z1 ആൻഡ് Z2 എത്ര ഡിഫറൻസ് ആണെന്നുള്ള കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. അഡിയബാറ്റിക് ആയതുകൊണ്ട് ഈ ടേമും ഉണ്ടാവില്ല. സോ ഐ നീഡ് ടു ഫൈൻഡ് dW ബൈ DT. ദേ ഹാവ് ആസ്ക്ഡ് ടു ഫൈൻഡ് dW ബൈ DT. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഒരു ടേമിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു, മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു H1 മൈനസ് H2. H2 തന്നിട്ടില്ല, പക്ഷേ ദേ ഹാവ് ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് CP ഓഫ് എയർ ഈസ് ഓൾസോ നോൺ. സോ ദിസ് ഈസ് ഈക്വൽ ടു CP ഇൻറ്റു T1 മൈനസ് T2 പ്ലസ് C1 സ്ക്വയർ മൈനസ് C2 സ്ക്വയർ ബൈ 2. അതിൽ നമുക്ക് C1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, C2യുടെ വാല്യൂ നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് അറിയില്ല, അത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ മാസ് ഫ്ലോ റേറ്റ് അറിയാം, ഇത് എനിക്കിങ്ങനെ എഴുതാം, മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു CP ഇൻറ്റു T1 മൈനസ് T2 പ്ലസ് C1 സ്ക്വയർ മൈനസ് C2 സ്ക്വയർ ബൈ 2. അപ്പോൾ ഇതിലാകെ അറിയാത്ത ടേം C2 ആണ്. C1 അറിയാം, T1 അറിയാം, T2 അറിയാം, CP ഓഫ് എയർ അറിയാം, മാസ് ഫ്ലോ റേറ്റ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെ കാണേണ്ട എന്താ, വെലോസിറ്റി C2 നമുക്ക് മാത്രം കണ്ടാൽ മതി. സോ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് അറിയുന്നുണ്ട്. ആദ്യം നമ്മൾ അതിൻ്റെ ഈ സെക്കൻഡ് സെക്ഷനിലെ സ്പെസിഫിക് വോളിയം നമ്മൾ കാണാം PV ഇക്വേഷൻ വെച്ച്. സോ ഇറ്റ് ഈസ് RT2 ബൈ P2. ആറിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് 0.287,
ടെമ്പറേച്ചർ T2 എന്ന് പറഞ്ഞാൽ 400 കെൽവിൻ ആണ്, ഇൻറ്റു 400 കെൽവിൻ ആണ്, ഡിവൈഡഡ് ബൈ പ്രഷർ അറ്റ് 2 ഈസ് 100. കിലോ ഇവിടെ ഉണ്ട്, കിലോ ഇവിടെ ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ സ്പെസിഫിക് വോളിയം ഐ വിൽ ഗെറ്റ് ഈസ് 1.148 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. 1.148 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ് എനിക്ക് ആൻസർ ആയിട്ട് കിട്ടുക. സോ ഇവിടെ ഞാനത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, സോ എനിക്ക് സ്പെസിഫിക് വോളിയം 1.148 കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ ഫൈൻഡ് സി ദ വെലോസിറ്റി. ഏരിയ ഇൻറ്റു വെലോസിറ്റി C2, A2 C2 ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു സ്പെസിഫിക് ഫ്ലോ റേറ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. ഓക്കെ, സോ അത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഫൈനലി കിട്ടുന്ന വെലോസിറ്റി ഐ വിൽ ടേക്ക് ഇറ്റ് ഡൗൺ ഇൻ അനദർ പേപ്പർ. ദാറ്റ് ഈസ് വെലോസിറ്റി V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു സ്പെസിഫിക് വോളിയം അറ്റ് 2 ഡിവൈഡഡ് ബൈ ഏരിയ അറ്റ് 2. സോ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് 46.88 വിച്ച് വി ഹാവ് ഗോട്ട്, ആൻഡ് ഇൻറ്റു 1.148 ഡിവൈഡഡ് ബൈ ഏരിയ 2 എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാസ് ഫ്ലോ റേറ്റ് കിലോഗ്രാം പെർ സെക്കൻഡ്, കിലോഗ്രാമും സെക്കൻഡ്, ഓക്കെ, ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ യൂണിറ്റും ശരിയാണ്. യു വിൽ ഗെറ്റ് 53.82 മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും കിട്ടി. അപ്പോൾ ഇതിൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നതാണ് മാസ് ഫ്ലോ റേറ്റ് അല്ലേ. ആ മാസ് ഫ്ലോ റേറ്റിന് എനിക്ക് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വോളിയം എന്ന് എഴുതിയായിരുന്നു. ആ സ്പെസിഫിക് വോളിയം ക്യാൻസൽ ചെയ്താൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി, അത് തന്നെ എനിക്കിവിടെ ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. ഓക്കെ, ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻസ് ഇൻ ദിസ് ഇക്വേഷൻ യു ക്യാൻ കമൻറ്റ് വാട്ട് ഈസ് ദ സിറ്റുവേഷൻ, ഞാൻ വേണമെങ്കിൽ അത് ഹെൽപ്പ് ചെയ്ത് തരാം. സോ ഫൈനലി ഐ ഹാവ് ഗോട്ട് V2. അപ്പോൾ എല്ലാ വാല്യൂസും എനിക്ക് കിട്ടി. ഇനി എനിക്ക് നേരെ വർക്ക് dW/dt വർക്ക് ഔട്ട്പുട്ട് കാണാൻ മാത്രമേ ഉദ്ദേശമുള്ളൂ. സോ ഐ വിൽ ഫൈൻഡ് ഔട്ട് മാസ് ഫ്ലോ റേറ്റ് ഈസ് 46.88 ഇൻറ്റു CP വാല്യൂ ഈസ് 1. CP വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അതല്ലേ, എയർ ആണ്. എയറിൻ്റെ CP വാല്യൂ ഓക്കെ, ഇവിടെ എയറിൻ്റെ CP വാല്യൂ നമുക്ക് എടുക്കാൻ കഴിയില്ല. എയറിൻ്റെ CP വാല്യൂ എടുക്കാൻ കഴിയാത്തത് എന്താ വെച്ചാൽ ഇവിടെ കൃത്യമായിട്ട് അവർ CP വാല്യൂ വേറെ തന്നെ തന്നിട്ടുണ്ട്. 1.048 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ എയർ ആണെന്ന് വിചാരിച്ചിട്ട് CP വാല്യൂ നേരെ 1.005 ആ ടേം എടുത്തു കഴിഞ്ഞാൽ അവർ ആൻസർ വിൽ ഗെറ്റ് റോങ്. സോ ആ കാര്യം ശ്രദ്ധിക്കുക. സോ ഹിയർ ദേ ഹാവ് ആസ്ക്ഡ് ടു ടേക്ക് CP വാല്യൂ ആസ് 1.048. It is given, and then T2 minus T1, that is 500 minus 127. അതായത് നമ്മൾ ഇനി 773 മൈനസ് 400 കൊടുക്കാം. അപ്പോൾ കെൽവിനിലായിരിക്കും, ഡയറക്റ്റ് ഡിഗ്രി സെൽഷ്യസ് ഡിഫറൻസ് ആയതുകൊണ്ട് ദാറ്റ്സ് നോട്ട് മച്ച് എ പ്രോബ്ലം. ഇതിൽ ഏതും എടുക്കാം. പ്ലസ് നൗ V1 സ്ക്വയർ ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ മൈനസ് നമുക്കിപ്പോൾ കിട്ടിയ V2 സ്ക്വയർ ഇസ് 53.82 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇവിടെ 1.048 ഇത് CP കിലോ ജൂളാണ്. അപ്പോൾ ഇവിടെ ഒരു 10⁻³ കൂടെ ഉണ്ട്, അത് മറക്കരുത്. അപ്പം നമ്മൾ എന്നിട്ട് ഇതിനെ 46.88 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ആൻസർ ദാറ്റ് യു വിൽ ഗെറ്റ് ഈസ് 18,300 കിലോ വാട്ടാണ്. ഓർ ഐ ക്യാൻ റൗട്ട് ദ വർക്ക് ട്രാൻസ്ഫർ ആസ് 18.3 മെഗാവാട്ട്. ദിസ് മച്ച് ഈസ് ദി power transfer rate. So the problem is quite simple. നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊണ്ടുവരിക. ഈ ഒരു ഇക്വേഷൻ എടുത്ത് കൊണ്ടുവരാൻ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ശ്രദ്ധയോടെ നിങ്ങൾ കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ യു വിൽ ബി മച്ച് അറ്റാച്ച്ഡ് ടു ദീസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. So this again was another university question. I am leaving this to you. Try out yourself this problem and see to it that if you are getting the answer or not. It's a direct problem. You have to apply the steady flow energy equation. Try to do it out yourselves, and if you have any doubts you can comment below on the section. Okay, thank you.